ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 10 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു സാധനമാണ് ഈ വെള്ളിയാഴ്ച രാവിലെയുള്ള പോക്ക്. അപ്പോൾ ഒരു വെള്ളിയാഴ്ചയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഏതായാലും തുടങ്ങിയേക്കാം. ഇപ്പോൾ രാവിലെ ഇവിടെ ഒരു 5:30 അല്ലേ, 5:30 സമയമായി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മൾ കുറച്ച് ആളുകളെയൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയേക്കാം. ഈ കാണുന്ന റോഡ് റിയാദ് സൽബൂക്ക് റോഡാണ്. അപ്പൊ ഈ റോഡിലൂടെ എപ്പോ ഈ സമയത്ത് രാവിലെ വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ആലുവ ഹൈവേന്ന് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് കയറി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതായത് ഈ രാവിലെയുള്ള ഈ ഒരു സമയവും ഈ റോഡിന്റെ ഒരു കാഴ്ചയും രണ്ടും കൂടെ ചേർന്നാല് ആ എയർപോർട്ട് റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നൊരു സുഖമുണ്ട്. അത് എപ്പോഴും പറയുന്നതാണ്. നമുക്ക് പിന്നെ പ്രവാസിക്ക് എയർപോർട്ടാണല്ലോ ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മാനേജർ ഇസ് ഇൻ ദ ഹൗസ്. മാനേജർ ഇവിടെ വരൂ, ഇവിടെ വാടാ. മാനേജർ പറയാൻ പറഞ്ഞേ, നമ്മുടെ സ്റ്റാർ ബൗളർ റസിക്കോട്ടർ ആദ്യമായി ഇൻ ദ ഹൗസ്. അപ്പൊ ഇനി അടുത്ത ആളുടെ അടുത്തേക്ക് ഞങ്ങളുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ പാച്ചിപ്പിള്ള ഓപ്പൺ ആക്കി മോനെ. ഉറക്കത്തിൽ അതേ രീതിയിൽ എഴുന്നേറ്റ് വരുവാണ്. നമ്മളങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓരോന്ന് വന്ന് വെച്ച് രാവിലെ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. എല്ലാ വണ്ടിക്കകത്തും ഓരോ സാധനം വന്ന് കിടപ്പുണ്ട്. രാവിലെ എല്ലാവരും വന്ന് വെച്ച് ഇവിടെ കിടക്കാണ്. നമ്മൾ പ്രവാസികൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവും വെള്ളിയാഴ്ച രാവിലത്തെ ഈ ഒരു കളിക്കാൻ വരുമ്പോൾ കിട്ടുന്നൊരു സുഖമാണ്. കാരണം ഈ ഒരു ദിവസം കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോഴും ആകെയുള്ളൊരു വിഷമം ഇത് മാത്രമാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സംഭവം ഈ ഒരു വെള്ളിയാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്നതും ഈ ഒരു കളിയും കാര്യങ്ങളൊക്കെയാണ് മിസ്സാവുന്നത്. ഇതേ നമ്മുടെ അടുത്ത ടീംസ് വരുന്നുണ്ട്. നമുക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് കയറാം. നമുക്ക് വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ജാടായിട്ടിരിക്കുക. മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഇരിക്കുന്നു. ക്യാപ്റ്റൻ ലാസ്റ്റ് മാസ് എൻട്രി. എടാ ബീച്ച് വിട്, ബീച്ച് വിട്.
അത് മതി വാ. അപ്പൊ ഓക്കെ, ജയിക്കണം കേട്ടോ, കളി ജയിക്കണം കേട്ടോ, കളി ജയിക്കണം. കള്ളക്കടത്ത് നടന്നത്. ബഷീറിന് എത്ര വയസ്സുണ്ട്? ബഷീർ എനിക്ക് 30 ആയിട്ടുള്ളൂ. എത്ര? 37. എന്ന് മുഖം കാണിച്ചേ, ബഷീറിന്റെ സിനിമ എടുത്തോ? അല്ല, സത്യമായിട്ടും ബഷീറിന്റെ ഒരു കാര്യം പറയാച്ചാല് ഇത്രയും പ്രായമായാലും ക്രിക്കറ്റിനോട് ഇത്രയും ഭ്രാന്ത് പിടിച്ചാണ്. മുഖം ഒന്ന് കാണിക്കടേ, എന്തടേ. ഞാൻ ബഷീർ പേര് വിളിക്കുന്നൊന്നും തോന്നില്ല. ഇവിടെ എല്ലാരും അങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. ഇത്രയും ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, ഒരുപാട് പേരുണ്ട്, അതിൽ ഒരാളാണിത്. ഞങ്ങൾക്കൊന്നും അത്രയൊന്നുമില്ല കേട്ടോ. സർപ്രൈസ് നിന്നെ അടുത്തോ വന്നിട്ട് ഇനി മുറിക്കുന്ന പിന്നെ നിങ്ങളുടെ അങ്ങനെ വൈഡ് കള്ള നമ്പർ അങ്ങനെയാണ് ഷാരൂൺ ഞാൻ നേരത്തെ വൈഡ് വിളിക്കുന്നത്. അയ്യും വൈഡ് വെച്ചാണ്. നോക്കി വേണ്ട ആദ്യം കളഞ്ഞ പിന്നെ വേണ്ട. മനപ്പൻ 6 അടിക്കണം കേട്ടോ. സ്ട്രൈറ്റ് കളിക്കേണ്ട ബോളാണ്. ഏകപക്ഷീയമായി പോകരുത്. നീയൊക്കെ ആരെങ്കിലും അലീനെ എത്രയാടാ? എത്ര എണ്ണാണോ? 2 ബോളോ 4? ചുമ്മാ റണ്ണാ അത്. 1 ബോളോ 4 അല്ല, ലാസ്റ്റ് ബോൾ 4 റണ്ണല്ലേ? ഞാനല്ല, കളി തോപ്പിച്ച് വരുന്നു. കളി തോപ്പിച്ചിട്ട് പോകുന്ന നോക്ക് കണ്ടോ? കളി തോപ്പിച്ചിട്ട് പോകുന്ന നോക്ക്. ക്യാപ്പിന്റെ ആവശ്യമില്ല, മുട്ട അടിക്കാൻ മുട്ട മല. ഞങ്ങളെ പിടിയിടാ. ആറ്റ് കിട്ടുന്നുണ്ട്. മുറുക്കി ഇങ്ങനെ വെക്കണേ. കത്തിക്ക് മൂർച്ചല്ല.
മഞ്ജു വെള്ളമില്ലടാ തീർന്നാ സനല മുഴുവൻ മാറിക്കൊണ്ട് പോയേ അത് മുഴുവൻ കേക്ക് എടുത്തു. താങ്ക് യു. കഴിഞ്ഞൊരു 8-8.5 വർഷമായിട്ട് നമ്മൾ എല്ലാവരും മിക്കവരും ഒരുമിച്ച് തന്നെയുണ്ട്. 1-2 പേരേ ഉള്ളൂ പുതുതായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് എല്ലാവരോടും യാത്ര പറയും. വിഷമമുണ്ട്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഈ ഒരു ടീം, പിന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ ഉള്ള കളികൾ കാര്യങ്ങൾ ശരിക്കും മിസ് ചെയ്യും. എല്ലാവരോടും ഇതുവരെ ഗ്രൗണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വഴക്കുകൾ തർക്കങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ആ കളിയുടെ കാര്യത്തിൽ മാത്രം കാണുക. എല്ലാവരോടും താങ്ക് യു പറയുന്നു, അത്രക്കേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇനി മനാഫ് മൈക്ക് ലൂക്കിന് കൈമാറി. ഞാൻ 5 കൊല്ലമായി ഈ ടീമിൽ കളിക്കാൻ തുടങ്ങിയത്. അത്രയും ഫോർമലായിട്ടൊന്നും പറയണ്ടേ, ഇത് മറ്റേ എഴുതി വെച്ച് പഠിച്ചാ. ക്രിക്കറ്റ് എനിക്കൊരു ജീവനായിരുന്നു. എന്നാലും ഒന്നുമില്ല, ഇവരോട് താങ്ക് യു അത്രേ ഉള്ളൂ പറയാൻ. ഇവിടെ എല്ലാവരും വിട്ടു പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി നാട്ടിൽ ചെന്നാൽ കളിക്കാൻ പറ്റത്തില്ല. ഈ ടീം സീൻ ശരിക്കും യാത്രയൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ പോകാൻ നേരം എല്ലാവരും കൂടെ പിരിവിട്ട് നമുക്കൊരു iPhone 12 ഒക്കെ വാങ്ങിച്ചു തന്നെ സന്തോഷം. അയ്യോ സങ്കടത്തിൽ വന്ന എല്ലാവരും സങ്കടമായിട്ട് വന്നതാ. എല്ലാവരും സങ്കടമായിട്ട് വന്നതാണ്. നാളെ വൈകിട്ട് എല്ലാവരും മീറ്റ് ചെയ്യും. അതേ ഉള്ളൂ. ഇന്നാണ് നാളെയോ? നാളെ 12 മണിക്ക് ശേഷം ഉണ്ടല്ലോ ഞങ്ങളുടെ കേക്കിന്റെ ഷോ. 12 മണിക്ക് ശേഷം വിഷമിക്കണ്ട. വരുന്നടാ. അയ്യോ നാട്ടിൽ വരുമ്പോഴത്തേനും വരിക. എന്നെ മിസ് ചെയ്യൂടാ. വല്ലവരും നിങ്ങൾ തല്ലുവാൻ വരുമ്പോഴത്തേനും മിസ് ചെയ്യും. 3 മാസം കഴിഞ്ഞ് നാട്ടിൽ വരാനുള്ളതല്ലേ? 5 മാസം. ഇത്രയും നേരം ക്യാമറ എടുത്ത് സഹായിച്ച ബിലാലിന് പ്രത്യേകം നന്ദി. പ്രോത്സാഹന സമ്മാനമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടി വഴിയെ കാണാം. അവിടെ കയറി കാണാം പിന്നെ ബാക്കി. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചയിലെ പരിപാടികൾ ഏകദേശം രാവിലത്തെ നമ്മൾ കണ്ട ക്രിക്കറ്റ് കളിയും പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പള്ളിയും കഴിഞ്ഞിട്ട് പിന്നെയുള്ള അടുത്ത ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിക്കലാണ്. അപ്പോൾ നമ്മളിത് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം അവൻ കൈയിട്ട് വരി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇനി ഇങ്ങനെയൊരു ഫഹവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ഇന്ന് വരെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ചെന്ന് നോക്കട്ടെ ഈ ടേസ്റ്റുള്ള ഇതേ സാധനം നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇതും കൂടെ ഞങ്ങൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി നാട്ടിലേക്കുള്ള ചെറിയ കുറച്ച് പർച്ചേസും പരിപാടിയൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തേനുള്ളത്. ചെന്ന് കുറച്ച് നേരം കിടന്നുറങ്ങുക, പിന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റിലത്തെ ഒരു വെള്ളിയാഴ്ച എങ്ങനെയൊക്കെ പോന്നു എന്ന് അതൊന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാട്ടിൽ ചെന്നിട്ടും നല്ല കുറേ വീഡിയോകൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. വെറും ഫഹമല്ല, അൽ ഫഹം. തന്നെത്താനെ തിന്നുന്നു. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇതെല്ലാം കണ്ണിന് മുമ്പേ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പാവം പിണങ്ങുമില്ലെങ്കിൽ വീഡിയോ എടുത്തില്ലെങ്കിൽ. എന്നിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. ഇല്ല ഞാൻ ക്യാമറയോട് നോക്കത്തില്ല എന്ന്.